അയ്യോ, അതൊരു ചോദ്യമാണോ? ഭയങ്കര സന്തോഷത്തിലും എക്സൈറ്റ്മെന്റിലും ടെൻഷനിലുമാണ്. നമ്മൾ നന്നായിട്ട് പഠിച്ചു പോകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഫീലിംഗാണ് ഇപ്പോൾ ഉള്ളത്. സിനിമ എല്ലാവരും സ്വീകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ഹെവി ഹാർട്ടാണ് സത്യം പറഞ്ഞത്, ഭയങ്കര ഹെവി ഹാർട്ടാണ്. അതൊന്ന് ലൈറ്റ് ആകണമെങ്കിൽ പടം ഇറങ്ങി കഴിയുമ്പോഴേ. ഈ റിലീസ് പല സ്ഥലത്തും പ്ലാൻ ചെയ്തു എന്നുള്ളൊരിതുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ വിഷമം തോന്നിയായിരുന്നു. അത് പലപ്പോഴും അതിനകത്ത് പറഞ്ഞത് പല കാരണങ്ങളും പുറത്ത് പറയാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെന്തെങ്കിലും തോന്നുന്നുണ്ടോ പറയാൻ? തീർച്ചയായിട്ടും ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. എനിക്ക് GCC കൺട്രീസിൽ സിനിമ റിലീസ് ചെയ്യാൻ പറ്റാതെ പോയത്. ഞങ്ങളെല്ലാവരും അവിടെ പോയി ഒരുപാട് പ്രൊമോട്ട് ചെയ്തു. GCCയിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടുമായിരുന്നു നമുക്ക്. എല്ലാവരും പടം കാണും, അതായത് പ്രീ ബുക്കിംഗ് വരെ നടന്നൊരു സിനിമയാണ്. എനിക്ക് അതിഭയങ്കരമായിട്ടൊരു പ്രീ ബുക്കിംഗ് GCCയിൽ നടന്നിട്ട് പോലും നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റാതെ വന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ ആ വിഷമമെല്ലാം കേരളത്തിലെ ജനങ്ങൾ മാറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ സിനിമയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചില നിഗൂഢതകളുണ്ട്. അത് നിങ്ങൾ ഇന്ന് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ട് ബാൻ ചെയ്യുന്നൊരു അതാണ് ഞാൻ പറഞ്ഞത്. ബാൻ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ബാൻ ചെയ്യാൻ മാത്രമൊന്നും സിനിമയിലില്ല. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് സിനിമകൾ മാറുന്നത് പോലെ തന്നെ ഞാൻ എന്നും ചെയ്തിട്ടുള്ളത് പരീക്ഷണ ചിത്രങ്ങളാണ്. എൻ്റെ ആദ്യത്തെ സിനിമ ഫ്രൈഡേ മുതൽ ഞാൻ എക്സ്പെരിമെൻ്റൽ മൂവീസാണ് ചെയ്തേക്കുന്നത്. ഇതും അങ്ങനെ തന്നെ ഒരു സിനിമ തന്നെയാണ്. കാണുമ്പോൾ നമുക്കൊരു ലവ് സ്റ്റോറി ആയിട്ട് തോന്നുമെങ്കിലും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഈ സിനിമയ്ക്കുണ്ട്. ഒന്നിലധികം കുട്ടികളെ വെച്ചിട്ടാണ് ഫസ്റ്റ് ഷോ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കും കൂടിയുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, എനിക്ക് മങ്കിപ്പൻ എന്ന് പറഞ്ഞ എൻ്റെ സിനിമയായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ളൊരു സിനിമയാണിത്. പിന്നെ മങ്കിപ്പൻ ഞാൻ ആദ്യമായിട്ട് റിലീസ് ചെയ്തത് സവിത തിയേറ്ററിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഷോ സവിതയിൽ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ച്. രണ്ടാമത്തെ കാര്യം, എൻ്റെ കോളേജിൽ എൻ്റെ സ്കൂളിലെ കുട്ടികളെല്ലാം സെൻറ്റ് തെരേസസിലെ ഞാൻ പഠിച്ച സ്കൂളിലെ കുട്ടികളെല്ലാം ഇതേപോലെ തന്നെ മങ്കിപ്പൻ ഇറങ്ങിയപ്പോഴും എല്ലാവരും വന്നിരുന്നു. ഈ പ്രാവശ്യവും അവർ വരുന്നുണ്ട്. കൂടാതെ കുറേ കുഞ്ഞു കുട്ടികളും ഒക്കെ സിനിമ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക്, എനിക്കൊന്നു ഷെയ്നെ മഹിമനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊച്ചു കുഞ്ഞുങ്ങളാണ്. എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു, RDX കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഈ ചേച്ചിയെ ചേട്ടനെ വെച്ച് പകലുള്ളൊരു സിനിമ ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ പുറത്താണ് ഈ ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ എല്ലാ പിള്ളേർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഷെയ്ൻ മഹിമ കോമ്പിനേഷൻ. അപ്പോൾ അതെല്ലാവരും കൈനീട്ടി സ്വീകരിക്കുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.